അതിരാവിലെ തന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര വയനാടിന്റെ വടക്കേ അറ്റത്ത് ബ്രഹ്മഗിരി മലകൾക്ക് താഴെയായി ഉറങ്ങിക്കിടക്കുന്ന തിരുനെല്ലിയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ കാടൊരിക്കലും ഉറങ്ങുന്നില്ല. നിങ്ങൾ കാട്ടിലേക്ക് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. കാട് എപ്പോഴും ആക്റ്റീവാണ്, അതിൻ്റെതായ രീതിക്ക് തന്നെ. ഇന്നാണെങ്കിൽ ആകെ കോട നിറഞ്ഞൊരു ദിവസമാണ്. ഞങ്ങൾ രാവിലെ പുൽപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇങ്ങനെ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാട്ടിക്കുള്ളൊക്കെ കഴിഞ്ഞ് നമ്മൾ തോൽപ്പെട്ടി റൂട്ടിലേക്ക് കയറിയപ്പോഴാണ് ഇങ്ങനെ കോട വന്നത്. കോട എന്ന് പറഞ്ഞാൽ തീരെ വിസിബിലിറ്റി ഇല്ലാത്ത രീതിക്കാണ് ഇവിടെ കോട നിറഞ്ഞു നിൽക്കുന്നത്. രാത്രിയൊക്കെ കാട്ടിലൂടെ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഒരു ഫേവറേറ്റ് റൂട്ടാണ് ഈ തിരുനെല്ലി റൂട്ട്. ഇതിലൂടെ ഡ്രൈവ് ചെയ്തവർക്കൊക്കെ അറിയാം, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. ഇവിടെ നിറയെ വളവും തിരിവൊക്കെ ഉണ്ട്. ഏതൊരു നിമിഷം നിങ്ങളുടെ മുന്നിൽ ഒരു ആനയോ കാട്ടുപോത്തോ വന്നേക്കാം. ഇങ്ങനെ തീരെ വിസിബിലിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ ഒന്നും കണ്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഇമാജിനേഷൻ അത് ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ കേൾക്കുന്ന ഓരോ സൗണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിനൊക്കെ നമ്മൾ ഓരോ അർത്ഥങ്ങളും തേടാൻ തുടങ്ങും. ഞാനീ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കാട്ടിൽ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇമാജിനേഷനും ക്യൂരിയോസിറ്റിയും ഫിയറും ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് നമുക്ക് ഇങ്ങനെയുള്ള യാത്രയിൽ നിന്ന് കിട്ടാറ്. ആ ഒരു അഡ്രിനാലിൻ റഷാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു വളവ് കഴിഞ്ഞു വന്നപ്പം പെട്ടെന്നായിരുന്നു ഈ ഒരു ആനയെ കണ്ടത്. അതിന്റെ പിന്നിൽ നിന്ന് ഒരു കുട്ടിയാന മുന്നോട്ട് വരുന്നത് കണ്ടില്ലേ? ഇതൊരു ആനക്കൂട്ടമാണ്. ഒരു കുട്ടിയാന ബാക്കിലുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. പിന്നെ ഒരു ആന സൈഡിലായിട്ടുമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ, അതായത് രാത്രിയൊക്കെ പെട്ടെന്ന് ആന നിങ്ങളുടെ വണ്ടിക്ക് മുന്നിൽ വരുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പാനിക് ആവാതിരിക്കുക. പാനിക് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് തന്നെ പണിയാകും. പാനിക് ആവാതെ നമ്മുടെ വണ്ടി കുറച്ച് ദൂരത്ത് ഒരു 50 മീറ്ററൊക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കണം. രണ്ടാമതായിട്ട്, നിങ്ങൾ ആനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹൈബീം അതിന്റെ കണ്ണിലേക്ക് അടിക്കരുത്. ആനകൾക്ക് ഹൈബീം കണ്ണിലേക്ക് അടിച്ചാൽ അവർ ചാർജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആന നമ്മുടെ നേരെയാണ് നിൽക്കുന്നതെങ്കിൽ ലൈറ്റ് മാറ്റാതിരിക്കാൻ നോക്കുക. അതല്ല ഇങ്ങനെ സൈഡൊക്കെ ചെരിഞ്ഞ് പുല്ല് തിന്നുകയാണെങ്കിൽ ലോ ബീം ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹൈബീമും ലോ ബീമും മാറ്റിയിട്ടുകൊണ്ടിരുന്നാൽ അത് ആനകളെ പ്രൊവോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കുകയോ ഹോൺ അടിക്കുകയോ വണ്ടി റേസ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്ത് അവർ ഡിസ്റ്റർബ് ചെയ്യരുത്. അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി നിർത്തുമ്പോൾ ആനകൾക്ക് ഒഴിഞ്ഞു മാറി പോകാനുള്ള സ്ഥലമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനിയും 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ പ്രസൻസിൽ ഇവർക്കങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ആനയും ആനക്കുട്ടിയും റോട്ടിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. നമുക്ക് പോകാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. ഈ ഒരു റൂട്ട് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞല്ലോ. ഒന്നാമത് നമുക്ക് വിസിബിലിറ്റി തീരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ വളവൊക്കെ വളഞ്ഞു വരുമ്പം എന്ത് ആനിമൽസ് ആയിരിക്കും നമ്മുടെ മുന്നിൽ വരാമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം മാനോ കാട്ടുപോത്തോ ഇതേപോലെ ആന വരെയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ. ഒരു മാന ഓടി ഞാൻ കണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അലാം കോളാ കേട്ടത്. നിങ്ങൾ വയനാട്ടിലെ ബ്രഹ്മഗിരി ട്രക്കൊക്കെ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഇങ്ങോട്ടാട്ടോ വരേണ്ടത്. ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയാൽ എക്കോ ടൂറിസത്തിന്റെ ഒരു ഓഫീസ് ഉണ്ട്.
അവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് തിരുനെല്ലി എത്തി. തിരുനെല്ലിയിൽ നിന്ന് ഇപ്പം തിരിച്ചു പോവുകയാണ്. ദേ 2 സാമ്പാടിയർ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടോ? ഇതിനു മുമ്പ് വേറെ പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഈ ഒരു റൂട്ടിൽ ഞാൻ അധികവും രാത്രിയാണ് സാമ്പാടിയേഴ്സിനെ കണ്ടിട്ടുള്ളത്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പം മുകളിലായിട്ട് വീണ്ടും ഒരു സാമ്പാടിയറിനെ കണ്ടു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ആ ആനക്കൂട്ടം റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, ഇത് ശരിക്കും ഇവിടുത്തെ സാധാരണ ഒരു കാഴ്ചയാണ്. ഇവിടെ ട്രാഫിക് ഉണ്ടാക്കുന്നത് വണ്ടികളല്ല, ആനകളാണ്. ഞങ്ങൾ ഒരുപാട് തവണ ആനകൾ ഇങ്ങനെ റോട്ടിൽ നിൽക്കുന്നതും വണ്ടികൾ ഇങ്ങനെ വരിവരിയായി വെയിറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ആനകളുടെ ബിഹേവിയർ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കുട്ടികൾ കൂടുതൽ ആനകളാണെങ്കിൽ അവർ വളരെ അലേർട്ടായിരിക്കും. ആന ചെവി വട്ടം പിടിക്കുകയോ തുമ്പിക്കൈ ചുരുട്ടിപ്പിടിച്ച് തുമ്പിക്കൈ നിലത്തടിക്കുകയോ ചിഹ്നം വിളിക്കുകയോ കൂടാതെ നമുക്ക് നേരെ ചാർജ് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ വണ്ടി പിന്നോട്ടെടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുകയോ വേണം. ഈ ആനക്കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നതെന്ന് നോക്കിയേ, എന്ത് ഭംഗിയുള്ള വിഷ്വലല്ലേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ രസകരമായ ഒരു കാഴ്ച കാണാം. ഈ ആനക്കുട്ടി മറ്റേ ആനക്കുട്ടിന്റെ അടുത്തെത്തുന്നതും അത് കുറച്ച് പുറകോട്ട് വന്ന് ഇതിനെ ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഏതൊരു ഫാമിലിയിലെയും പോലെ ഇവിടെയുണ്ട് സിബ്ലിങ്സ് തമ്മിലുള്ള ഫൈറ്റ്. നമ്മൾ രാവിലെ തിരുനെല്ലിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ശരിക്കും 4 ആനകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ 3 എണ്ണേ ഉള്ളൂ. 4ാമത്തെ ആന ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങള് നല്ല അലേർട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് 4 സൈഡും നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ആ ആനക്കുട്ടി മെല്ലെ മുകളിലേക്ക് കയറി കുറച്ചപ്പുറത്തായി മാറി നിന്നു. മറ്റേ ആനക്കുട്ടിയാണെങ്കിൽ ഇപ്പോഴും റോട്ടിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ മെല്ലെ മെല്ലെ മുന്നോട്ട് വന്നു തുടങ്ങി. ഞങ്ങൾ ഈ ഒരു യാത്ര ശരിക്കും 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിവിടെ ഇത്ര നേരത്തെ വരാനുള്ള കാരണം ഇന്ന് ഞങ്ങൾ തോൽപ്പെട്ടിയിൽ ഒരു സഫാരി ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അവിടെ 6:30ക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഈ റൂട്ടിലൂടെ ഒന്ന് ട്രാവൽ ചെയ്യാന്ന് വെച്ചു. പിന്നെ ഒരു റീസൺ, ഈ റൂട്ടിൽ ഞങ്ങൾക്ക് മിക്കപ്പോഴും സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഞങ്ങൾ മിക്ക സമയങ്ങളിൽ വരുമ്പോഴും ഇവിടെ ആനയെ കാണാറുണ്ട്. നമുക്കിപ്പം തോൽപ്പെട്ടി സഫാരിയിൽ സൈറ്റിംഗ് കിട്ടിയില്ലെങ്കിലും ഈ ഒരു റൂട്ടിൽ നമുക്ക് സൈറ്റിംഗ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കോടമഞ്ഞൊന്നുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആകെ കോടമഞ്ഞ് വന്ന് മൂടി ഒന്നും കാണാൻ പറ്റാത്ത രീതിയാണ്. ഇപ്പൊ കുറേശ്ശെ വെളിച്ചം വീണു തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചം വീണു തുടങ്ങിയതും റോഡിന്റെ 2 സൈഡിലുമായിട്ട് സ്പോട്ടഡ് ഡിയേഴ്സിനെ കാണാൻ തുടങ്ങി. ഇവരിങ്ങനെ കോടമഞ്ഞിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് കാണാനും ഇങ്ങനെ നടന്ന് പുല്ല് തിന്നുന്ന കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ദേ ഒരു സ്പോട്ടഡ് ഡിയറിന്റെ ഹേർഡ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടോ? ഏതൊരു ആനിമലും റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മളിങ്ങനെ നോക്കി നിന്നു പോവും. അങ്ങനെ നമ്മള് തോൽപ്പെട്ടി എത്തി. ഇവിടുന്ന് ഞങ്ങള് ടിക്കറ്റൊക്കെ എടുത്ത് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞത് ഇവിടെ കുറച്ച് മുമ്പ് വരെ ഒരു കൊമ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 10 മിനിറ്റ് മുമ്പാണ് ആ കൊമ്പനെ കാട്ടിലേക്ക് കയറ്റി വിട്ടേന്ന്. വലിയൊരു കൊമ്പനായിരുന്നു അത്രേ. ഞങ്ങൾക്ക് അവര് ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ റൂട്ടിലൂടെയാണ് വരിക.
നമുക്ക് ആ കൊമ്പനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കാട് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് സഫാരി എടുത്തു വന്നത് അനിമൽസിനൊക്കെ കാണാനാണ്. ഇങ്ങനെ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുമ്പോൾ അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ ഒന്ന് നിർത്തി എന്തെങ്കിലും അലാം കോള് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അലാം കോളൊന്നും കേട്ടില്ല. ഇവിടെ ബേർഡ്സിന്റെ ആക്ടിവിറ്റി നല്ലപോലെ ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ബേർഡ്സിനൊന്നും ഷൂട്ട് ചെയ്യാൻ നിൽക്കാത്തത് കൊണ്ട് മെല്ലെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്തപ്പം നമ്മുടെ ഡ്രൈവർ പെട്ടെന്നൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കൈ ചൂണ്ടിയിട്ട് ദാ ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഗ്രേലങ്കൂറായിരുന്നു. പശുവിനെ പോലെ ഒന്നിലധികം അറകളുള്ള വയറാണ് ഇവർക്കുള്ളത്. ഇത് കടുപ്പമേറിയ ഇലകൾ ദഹിപ്പിക്കാൻ ഇവരെ സഹായിക്കുന്നു. പിന്നെ മറ്റു മൃഗങ്ങൾക്കൊക്കെ മാരകമായേക്കാവുന്ന വിഷച്ചെടികൾ പോലും ഇവര് ഭക്ഷണമാക്കാറുണ്ട്. ഈ വിഷത്തെ പ്രതിരോധിക്കാൻ ഇവര് മരപ്പശകൾ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ കാരണമാണ് മറ്റു മൃഗങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുള്ള ഡ്രൈ ഫോറസ്റ്റിൽ പോലും ഇവർ അതിജീവിക്കുന്നത്. അങ്ങനെ ആ ഗ്രേലങ്കൂറിനൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പം ഒരു മരത്തിന്റെ മുകളിലായിട്ട് ഒരു ഈഗിൾ ഇരിക്കുന്നത് കണ്ടു. ഇത് ചേഞ്ചബിൾ ഹോക്കികളാട്ടോ. മരത്തിന്റെ മുകളിൽ അത്യാവശ്യം ദൂരത്തിലും പിന്നെ ഈ കോടമഞ്ഞിലും ഇരിക്കുന്നത് കൊണ്ട് അത്ര ക്ലിയർ അല്ല. ഇവിടെ ഈ കാട്ടില് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന സൈറ്റിംഗ് ആണ് ഈ ചേഞ്ചബിൾ ഹോക്കികളും പിന്നെ സർപ്പന്റീകളും ഒക്കെ. അടുത്ത് നമുക്ക് കിട്ടിയൊരു സൈറ്റിംഗ് ഇന്ന് പുലർച്ചെ മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയ ഈ സ്പോട്ടഡ് ഡിയേഴ്സിനെയാണ്. ഇത് അത്യാവശ്യം വലിയൊരു ഹേർഡാട്ടോ. ഇതില് ഇഷ്ടംപോലെ കുട്ടികളും ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടതും ഇവര് മെല്ലെ കാട്ടിലേക്ക് കയറി പോവാൻ തുടങ്ങി. ഇനി അടുത്ത സൈറ്റിംഗ് എന്തായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വൈൽഡ് ബോറിനെ കാണുന്നത്. ഞങ്ങളെ കണ്ടതും ആള് പെട്ടെന്ന് തന്നെ കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടി ഒളിച്ചു. ഒപ്പം ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഈ ഒരു റൂട്ടിൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടംപോലെ കുളങ്ങളുണ്ട്. ആ കുളത്തിന്റെ സൈഡിലൊക്കെ എത്തുമ്പം ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് സ്ലോ ചെയ്ത് എന്തെങ്കിലും അലാം കോള് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അലാം കോളൊന്നും കേട്ടില്ല. ഇങ്ങനെയുള്ള കുളത്തിന്റെ സൈഡിലാണ് നമുക്കധികം പ്രെഡേറ്റേഴ്സിനെ കാണാനുള്ള ചാൻസ് കൂടുതൽ. അതായത് ലെപ്പേർഡിനെയും ടൈഗറിനെയും വൈൽഡ് ഡോഗിനൊക്കെ കാണാനുള്ള ചാൻസ് ഇങ്ങനെയുള്ള കുളത്തിന്റെ സൈഡിലാണ്. അവിടെയായിട്ടാ കാണുന്നത് അതുപോലുള്ള ഒരു കുളമാണ്. അതിനോട് ചേർന്ന് തന്നെ ഫോറസ്റ്റിന്റെ ഒരു ക്യാമ്പ് ഷെഡും പിന്നെ ചുറ്റുമായിട്ട് വലിയൊരു വയലും ഉണ്ട്. ഇവിടെയൊക്കെ മിക്ക സമയങ്ങളിലും അനിമൽസിനെ സ്പോട്ട് ചെയ്യാറുണ്ട്. ആ കുളത്തിലൊരു ബേർഡ് ഇരിക്കുന്നത് കണ്ടോ? ഈ ബേർഡാണ് ഗ്രേ ഹെറോൺ. ഇവയെ അധികം വാട്ടർ ബോഡീസിന്റെ അടുത്താണ് കാണാറ്. ഇവരുടെ ഈ നീളമുള്ള ചുണ്ടുകൾ ഇവരെ മീനിനെ പിടിക്കാൻ സഹായിക്കുന്നു. വെള്ളത്തിൽ അനങ്ങാതെ നിന്ന് മീൻ വരുമ്പം അതിനെ വളരെ പെട്ടെന്ന് ഇവർ പിടിക്കും. ഇപ്പം കോടമഞ്ഞൊക്കെ മാറി അത്യാവശ്യം വെളിച്ചം വന്നു തുടങ്ങി. ഈ ഒരു ഗോൾഡൻ ലൈറ്റില് നമ്മുടെ കാട് കാണാൻ എന്ത് ഭംഗിയാലേ. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു തുറന്ന പ്രദേശത്ത് സാമ്പാഡിയറിന്റെ ഹേർഡിനെ കണ്ടു. അത്യാവശ്യം വലിയൊരു ഹേർഡാട്ടോ ഇത്. അവിടെ ഇവിടെയായി കുറെ മ്ലാവുകള് കടക്കെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ ഈ മ്ലാവിനൊന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ കഴുത്തിന്റെ താഴെയായിട്ടൊരു മുറിവുണ്ട്. ആ മൈനയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ മുറിവിൽ കൊത്തുന്നുണ്ട്. ആ മ്ലാവ് പക്ഷെ പാവം അത് മൈൻഡ് പോലും ചെയ്യാതെയാണ് അവിടെ നിൽക്കുന്നത്. ആ മുറിവിന്റെ പർപ്പസ് എന്താണ്, അതെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ള കുറെ കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്.
അങ്ങനെ കുറച്ചു നേരം നമ്മൾ മ്ലാവുകളെയൊക്കെ നോക്കി നിന്ന് ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വളരെ കോമൺ ആയി നമ്മുടെ കാടിനുള്ളിലോ കാടിനോട് ചേർന്നൊക്കെ കാണുന്ന ഒരിനം മൈനയാണ് ഈ ജംഗിൾ മൈന. ഉത്തരേന്ത്യൻ മൈനകളിൽ നിന്നും വ്യത്യസ്തരായി നമ്മുടെ കേരളത്തിലെ മൈനകൾക്ക് തിളങ്ങുന്ന നീല കളർന്ന വെള്ള നിറത്തിലുള്ള കണ്ണുകളാണുള്ളത്. ഇവരുടെ നെറ്റിയിലെ ആ ചെറിയ തൂവൽ കിരീടം ഒരു പൗഡർ ബ്രഷ് പോലെയാണ്. പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുമ്പോൾ ഈ പൗഡർ ബ്രഷ് ഒരു പോളിനേറ്ററായി അവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ ശത്രുക്കളെ പേടിപ്പിക്കാൻ പാമ്പിന്റെ പടം കൂട്ടിൽ സൂക്ഷിക്കുന്ന വിരുദ്ധന്മാരാണ് ഇവര്. കാടിന്റെ ഈ കൊച്ചു ബുദ്ധിരാക്ഷസനെ അടുത്ത തവണ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. ഈ ഒരു സഫാരിന്റെ ഹൈലൈറ്റ് ഞാൻ പറയട്ടെ. ഇത് ശരിക്കും വൈൽഡ് ലൈഫ് സഫാരിയേക്കാൾ ഇതൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. നിങ്ങൾ അഡ്വഞ്ചറസ് ആയ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സഫാരി തീർച്ചയായിട്ടും എടുക്കാം. അത്രയ്ക്കും മോശം റോഡാണ് ഇവിടുത്തെ. ഞാൻ ഇത്ര മോശം റോഡിലൂടെ ഇതുവരെ വൈൽഡ് ലൈഫ് സഫാരി ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് തോൽപ്പെട്ടിയിൽ സഫാരിക്ക് വന്നപ്പം ഞങ്ങൾക്ക് ഇവിടെ വെച്ച് വൈൽഡ് ഡോഗിന്റെ വലിയൊരു പാക്കിന്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറെ കുട്ടികളൊക്കെയുള്ള വലിയൊരു പാക്കായിരുന്നു അത്. ഇന്ന് ഇവിടെ നമുക്ക് പ്രെഡേറ്റേഴ്സിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഇഷ്ടം പോലെ വിസ്ലിംഗ് ഡക്സിനെ കാണാൻ പറ്റി. കുറെ പേര് കരയിലും കുറെ പേര് വെള്ളത്തിലും നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. ഈ വിസ്ലിംഗ് ഡക്കിന്റെ സൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ സൗണ്ട് വളരെ സോഫ്റ്റ് ആയ ഒരു വിസിൽ പോലത്തെ സൗണ്ടാണ്. ഇവര് പറക്കുമ്പോഴൊക്കെ ഇവർ ഈ വിസിൽ സൗണ്ട് ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. അങ്ങനെയാണ് ഇവർക്ക് ഈ വിസ്ലിംഗ് ഡക്ക് എന്നുള്ള പേര് വരുന്നത്. കുറച്ചു നേരം വിസ്ലിംഗ് ഡക്കിനൊക്കെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു മയിലിനെ കണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. പെട്ടെന്ന് നമ്മുടെ ഡ്രൈവർ കുറച്ച് ബാക്കിലേക്ക് വണ്ടി എടുത്തിട്ട് ദേ അവിടെ ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളോട് രാവിലെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞ ആ ഒരു കൊമ്പൻ തന്നെയാണിത്. നമ്മൾ ഈ ഒരു കൊമ്പനെ ശരിക്കും കുറച്ച് മുമ്പ് തൊട്ട് തെരഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ശരിക്കും ഇതിനെ കാണാൻ പറ്റിയത്. ഇപ്പോഴും കാടിന്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ തിരിയുമ്പം നമുക്കതിന്റെ കൊമ്പൊക്കെ കാണാം. നല്ല വലിയ കൊമ്പുകളാണ്. ഞങ്ങളെ അവര് ഫോട്ടോ കാണിച്ചിരുന്നു. ഒരു അടിപൊളി കൊമ്പൻ തന്നെയാണിത്. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം പുക പോകുന്നത്? ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണെങ്കിൽ പുക പോകുന്നത് അവിടെയാണ്. അങ്ങനെ ആ കൊമ്പനെ കാണാൻ പറ്റിയ സന്തോഷത്തിൽ നമ്മുടെ സഫാരി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഗേറ്റ് കടക്കുന്നതോടുകൂടി നമ്മുടെ സഫാരി കഴിഞ്ഞു. ഇതാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. കുറച്ച് നമ്മൾ നടന്നു പോയാൽ ഉള്ളിലേക്ക് നടന്നു പോയാൽ നമുക്കവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമൊക്കെ. ഇവിടെ ജീപ്പ് സഫാരി മാത്രമേ ഉള്ളൂ കേട്ടോ. സഫാരിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.